ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ വെച്ചാൽ ഒരു ബൈക്കിൻ്റെ കോൾഡ് സ്റ്റാർട്ടിംഗ് ആണ്. ഈ ബൈക്കല്ല കേട്ടോ, വേറൊരു ബൈക്ക് ഉണ്ട് അവിടെ. അപ്പോൾ ഇന്ന് ഒരു ബൈക്കിൻ്റെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നോയ്സ് ഉണ്ടാവും അവിടെ നിന്ന്, അത് അപ്പുറം എന്തോ കട്ടിങ് നടത്തുന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ വർക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മൂസി, പിന്നെ ദാനിഷ്, ഇത് മൂസി, ഇത് രണ്ടാമത്തെ മൂസിയാണ് കേട്ടോ, പുറത്തുനിന്ന് ഇറക്കിയത് പണിക്ക്. അപ്പം നമ്മളിന്ന് ചെറിയൊരു 2.5 കൊല്ലം ഒരു 3 കൊല്ലം അടുപ്പിച്ചിട്ട് മൂലക്കിട്ട ഒരു ബൈക്ക് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളെ വണ്ടി കാണിച്ചു തരാം. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ഇതാണ് വണ്ടി. ഇടത്തിലെ വീട്ടിലെ ഓണർ പുറത്തേക്ക് എന്താ ദുബായിലേക്ക് പോകുമ്പോൾ നിർത്തിയിട്ടിട്ട് പോയതാണ്. അപ്പോൾ അതിന് ശേഷം ആരും എടുത്തിട്ടില്ല. നമ്മൾ ഈ വീട്ടിലെ ഓണറോട് ചോദിച്ചിട്ട് ഒന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള മറ്റേ ലൈക്ക് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള എന്താണ് അപ്പം ഇതാണ് വണ്ടീൻ്റെ കോലം. 2 കൊല്ലത്തോളമായിട്ട് ഇതേ ഒരു നിൽപ്പം. ഓക്കെ, ഇപ്പോൾ കാട്ടിൽ ഇങ്ങനെ ചപ്പും പുലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റാർട്ടാന്ന് വലിയ പ്രതീക്ഷ ഒന്നും കൊടുക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ബൈക്കാണ്, എന്താ പറയുക, സെൽഫ് മോട്ടറൊന്നും ഇല്ല, ഡീസൽ എഞ്ചിനും ഇല്ല. കാറിലാണെങ്കിൽ നമുക്കൊന്ന് 12 വോൾട്ടും 24 കൊടുത്തിട്ട് സ്റ്റാർട്ടാക്കാൻ വേണ്ടി ക്രാങ്കെല്ലാം ചെയ്ത് നോക്കാം. പക്ഷേ ഇതെന്ന് വെച്ചാൽ കിക്കറും സ്പാർക്ക് പ്ലഗും ഉള്ളതുകൊണ്ട് തന്നെ റിസ്ക് ടേക്കിംഗ് ആണ്. ആക്സിലറൽ കേബിളെല്ലാം ജാമായിട്ട് കാണുന്നുണ്ട്, ക്ലച്ചിന് വലിയ കുഴപ്പം കാണുന്നില്ല. അപ്പോൾ നമ്മളെ ടീമെല്ലാം ഇവിടെ സെറ്റായി നിൽക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് സ്റ്റാർട്ടാകുന്ന ഉറപ്പൊന്നും പറയാൻ കഴിയില്ല ഒരിക്കലും. കാരണം വെച്ചാൽ ബൈക്കാണ്, കുറേ നാൾ മൂലം കിട്ടണമെങ്കിൽ അതിൻ്റെ സ്പാർക്ക് പ്ലഗ് കംപ്ലയിൻറ്റ് വരും, CD പോയിട്ടുണ്ടാവും ഒന്നിക്കൽ, അങ്ങനെ എന്തെല്ലോ കംപ്ലയിൻറ്റ് ഉണ്ടാവും ബൈക്കിൻ്റെ കാര്യത്തിലല്ലേ. ഇപ്പോൾ കാറും ബസ്സെല്ലാം ആണെങ്കിൽ തന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. എത്ര കൊല്ലം മൂലം കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് 24 കൊടുത്ത് ക്രാങ്ക് ചെയ്യാം. ഓക്കെ, മിക്കവാറും കുറേ നാൾ മൂലം കിട്ടുകൊണ്ട് തന്നെ ടയറെല്ലാം ജാമായിട്ടുണ്ടാവും. ഇതിൻ്റെ മീറ്റർ കേബിൾ അടിക്കെല്ലാം മാറാല കെട്ടി കിടക്കുന്നു. ഇതിൻ്റെ ചാവി മിസ്സിങ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പം പ്ലഗ് വെച്ചിട്ട് കിക്കർ അടിക്കേണ്ടി വരും. അപ്പം നമുക്ക് കടലൊന്ന് നോക്കിയോ വണ്ടി ഒന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി
ലൈറ്റ് ഓൺ ആക്കിട്ടെ. ലൈറ്റ് ഓൺലൈനുള്ള ലൈറ്റ് ഓൺലൈനുള്ള ലേശം മൂവ് ചെയ്തട്ടെ മുമ്പോട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. വണ്ടി മിസ്സിങ് ആണ്. കുറേ നാൾക്ക് ശേഷം സ്റ്റാർട്ട് വണ്ടി ഒരൊറ്റ ചവിട്ടിന് സ്റ്റാർട്ടായി കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിന്. അപ്പം ലാസ്റ്റത്തെ ഒരു ഒറ്റ അടിക്കലിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും സംഭവം ഹാപ്പിയായി. ഒരിക്കലും സക്സസ് ആണെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, എന്നാലും ലെവലായിട്ട് സ്റ്റാർട്ടായി. ആക്സിലേറ്ററിൻ്റെ കേബിൾ ജാമായിക്കൊണ്ട് ആക്സിലേറ്റർ തിരിച്ചടിക്കാൻ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടായിരിക്കും സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. അതേ പിടുത്തം പിടിച്ചടിക്കാൻ തന്നെ നിൽക്കുകയാണ് വണ്ടി. അപ്പം നമ്മളെ കോൾഡ് സ്റ്റാർട്ടിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ടിൻഡിന്ന് ആക്കി കൊടുക്കുക. ഓക്കെ. പിന്നെ ഇനി നമ്മൾ ഇവിടെ ഒരു ബൈക്ക് കാണുന്നുണ്ടാവും. നമുക്ക് അടുത്തത് ഈ വണ്ടി ഒന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇതെന്തായാലും ഒരു 5-6 കൊല്ലത്തോളമായി മൂലക്കിട്ടിട്ട്. ഓക്കെ. അപ്പം അതേ സെയിം വീട്ടിൽ തന്നെയാണ് യൂസ് ചെയ്യാത്തൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടുത്തത് ആ വീഡിയോ കോൾഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിട്ട് ബെല്ലേക്ക് എനേബിളും ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പം ബൈ ബൈ. മാറ്റടാ ഹായ് ആക്കടാ. വണ്ടി ശരിയാക്കാൻ ആശം വന്നിട്ടുണ്ട് കേട്ടാ. വണ്ടി ശരിയാക്കാൻ ടീംസ് എല്ലാവരും ഉണ്ട് പണിയടിക്കാൻ. വണ്ടി ആകെ അലങ്കോലായിട്ട് ഉള്ളത് നോക്കറാ. അപ്പം നോക്കണം. ഇതെല്ലാം ലൂസ് ടൈറ്റ് ആക്കണം കേട്ടാ. ഏത് ലൂസ്? ലൂസാ എന്റെ തല.